ഇവരുടെ വാഹനത്തെ ഇവർക്ക് അപകടം വരുന്ന രൂപത്തിൽ മറികടന്നപ്പോൾ സ്വാഭാവികമായിട്ടുണ്ടായ ഒരു ചോദ്യം ചെയ്യലാണ്. അത് ചോദ്യം ചെയ്തത് ആര്യാണ് എന്നതുകൊണ്ട്, എന്നാൽ പിന്നെ ഇത് തന്നെ കിട്ടിയ അവസരം എന്ന് കണ്ട് അതിനെ മുൻനിർത്തിയിട്ട് ഊഹാപോഹങ്ങളും അതിനെ മുൻനിർത്തിയിട്ട് വ്യാപകമായിട്ടുള്ള സൈബർ അറ്റാക്കും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമസ്കാരം. സ്ത്രീകളോട് എങ്ങനെ പെരുമാറണമെന്ന് മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രസംഗം നടത്തിയിരിക്കുകയാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി സനോജ്. സ്ത്രീകളെ എങ്ങനെ സംബോധന ചെയ്യണമെന്ന് പോലും അറിയാത്ത നേതാവാണ് മേയർ ആര്യ രാജേന്ദ്രന് സ്വഭാവ സർട്ടിഫിക്കറ്റുമായി എത്തിയിരിക്കുന്നത്. നടു റോഡിൽ നിയമങ്ങൾ കയ്യിലെടുക്കാൻ അധികാരമില്ലാത്ത ആര്യയും ഭർത്താവ് MLA ആയ സച്ചിനെയും അധികാരം ദുർവിനിയോഗം ചെയ്തു എന്ന് തെളിഞ്ഞിട്ടും സ്വന്തം പാർട്ടി ആയതുകൊണ്ട് സനോജ് വെള്ള പൂശാൻ ശ്രമിക്കുകയാണ്. ദിനംപ്രതി സ്ത്രീകൾ അവഹേളിക്കപ്പെടുന്ന കേരളത്തിൽ ആര്യ രാജേന്ദ്രനോട് മാത്രമേ സഖാവിന് വാത്സല്യം തോന്നിയുള്ളൂ. KSRTC ഡ്രൈവറിന് വേണ്ടി എന്തുകൊണ്ടാണ് ഒരിടത് നേതാക്കളും സംസാരിക്കാത്തത്? നഷ്ടത്തിലോടുന്ന നിങ്ങളുടെ KSRTC പണി കളഞ്ഞിട്ട് പോകുന്ന 1000 പേരുടെ കൂടെ യദുവിനും പോകാമായിരുന്നു. ശമ്പളം പോലും നൽകാതെ ചോട്ടിൽ മണ്ണുവാരി ഇടരുത് ഇങ്ങനെയെന്ന് പറയാതിരിക്കാനാകില്ല. അപ്പോൾ സ്വന്തം പാർട്ടിയായാൽ സാധാരണക്കാരന് ഒരു വിലയുമില്ല. അത് മേയറോ അധികാരികളുമായാൽ സഖാക്കന്മാർ കൂടെ നിർത്തും. അവരെന്ത് തെറ്റു ചെയ്താലും പറഞ്ഞാലും. ഇവിടെ ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി സിനോജും അത് തന്നെയാണ് ചെയ്തത്. തിരുവനന്തപുരം മേയറും ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി അംഗവുമായിട്ടുള്ള സഖാവ് ആര്യ രാജേന്ദ്രനെതിരായിട്ട് വളരെ ആസൂത്രിതമായ ചില നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ കാലമായി പ്രത്യേകിച്ച് സൈബർ ഇടത്തിൽ അവർക്ക് നേരെ സംഘടിതമായിട്ടുള്ള ആക്രമണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സംഭവത്തെ മുൻനിർത്തിയാണ് ഇപ്പോൾ വീണ്ടും അത്തരം കാര്യങ്ങൾ പൂർവാധികം ശക്തിയോടുകൂടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഉയർന്നു വന്ന ഒരു പ്രശ്നം, അവർ യാത്ര ചെയ്യുന്ന സമയത്ത് അവരുടെ വാഹനത്തെ അപകടകരമായ നിലയിൽ മറികടക്കാൻ ശ്രമിച്ച ഒരു KSRTC ഡ്രൈവറുമായി ഒരു ചോദ്യം ചെയ്യലും അതുമായി ബന്ധപ്പെട്ട പ്രശ്നവും ഉണ്ടായി. യഥാർത്ഥത്തിൽ ഇവരുടെ വാഹനത്തെ ഇവർക്ക് അപകടം വരുന്ന രൂപത്തിൽ മറികടന്നപ്പോൾ സ്വാഭാവികമായിട്ടുണ്ടായ ഒരു ചോദ്യം ചെയ്യലാണ്. അത് ചോദ്യം ചെയ്തത് ആര്യാണ് എന്നതുകൊണ്ട്, എന്നാൽ പിന്നെ ഇത് തന്നെ കിട്ടിയ അവസരം എന്ന് കണ്ട് അതിനെ മുൻനിർത്തിയിട്ട് ഊഹാപോഹങ്ങളും അതിനെ മുൻനിർത്തിയിട്ട് വ്യാപകമായിട്ടുള്ള സൈബർ അറ്റാക്കും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ആര്യയെ പ്രത്യേകിച്ചൊരു തെറ്റും ചെയ്തിട്ടില്ല. ആര്യയോടാണ് വളരെ മോശമായ നിലയിൽ ആ KSRTC ഡ്രൈവർ പെരുമാറിയത്. ഇങ്ങനെ സ്ത്രീകളോട് മോശമായ നിലയിൽ പെരുമാറുന്നവരോട് എങ്ങനെയാണ് സാധാരണ ആളുകൾ പ്രതികരിക്കേണ്ടത്? എന്നാൽ അതിനിടെ മേയർ ഡ്രൈവർ തർക്കത്തിൽ ദുരൂഹത കൂട്ടി ബസ്സിനുള്ളിലെ മെമ്മറി കാർഡ് കാണാതായതിനെ ചൊല്ലി ആരോപണങ്ങളും കടുക്കുകയാണ്. നിർണായക തെളിവാകേണ്ടിയിരുന്ന മെമ്മറി കാർഡ് KSRTC അധികൃതരോ പോലീസോ എടുത്തു മാറ്റിയതാകാമെന്ന് M. വിൻസെന്റ് MLA ആരോപിച്ചു. തെളിവുകൾ നശിപ്പിക്കപ്പെടുമെന്ന് താൻ നേരത്തെ പറഞ്ഞിരുന്നുവെന്നാണ് ബസ് ഡ്രൈവറായിരുന്ന യദു പ്രതികരിച്ചത്. റെക്കോർഡിംഗ് എന്ന് സ്ക്രീനിൽ കാണിച്ചിരുന്നു. പിന്നെ എങ്ങനെയാണ് മെമ്മറി കാർഡ് നഷ്ടമായതെന്ന് അറിയില്ലെന്നും യദു ചോദിച്ചു.